ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണത്തെ ഇന്ത്യൻ ഫുട്ബോൾ സീസൺ വലിയ പ്രതിസന്ധിയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനും അനുഭവിക്കേണ്ടി വന്നിരുന്നു. മാത്രമല്ല റിസർവ് ടീമിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് സൂപ്പർ ലീഗ് കേരള വരുന്നത്. അതുകൊണ്ട് തന്നെ റിസർവ് ടീമിലെ പല താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ലോൺ അടിസ്ഥാനത്തിൽ പറഞ്ഞു വിട്ടിരുന്നു. നമുക്കറിയാം, മുഹമ്മദ് അജിസൽ കാലിക്കറ്റ് FC വേണ്ടിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബ്ലാസ്റ്റേഴ്സിലെ ചില റിസർവ് താരങ്ങൾ ഇപ്പോൾ സൂപ്പർ ലീഗ് കേരളയിലെ ടീമുകൾക്ക് വേണ്ടിയാണ് ലോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യം ഫാൻ അഡ്വൈസറി ബോർഡിന്റെ യോഗത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജിക്ക് നേരിടേണ്ടി വന്നിരുന്നു. അതായത് പല താരങ്ങളെയും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീം സൂപ്പർ ലീഗ് കേരളയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ പറഞ്ഞു വിട്ടു. നമ്മുടെ റിസർവ് ടീമിന് എന്താണ് സംഭവിക്കുന്നത് എന്നായിരുന്നു അബിഗിനോട് ചോദിച്ചിരുന്നത്. വ്യക്തമായ മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സൂപ്പർ ലീഗ് കേരള വളരെയധികം സ്ട്രോങ് ആയ, ബാലൻസ്ഡ് ആയ ഒരു കോമ്പറ്റീഷനാണ്. അത്തരത്തിലുള്ള കോമ്പറ്റീറ്റീവായ മിനിറ്റുകൾ ലഭിക്കാൻ വേണ്ടിയാണ് നമ്മുടെ താരങ്ങളെ നമ്മൾ ലോണിൽ കൈവിട്ടത്. കേരള പ്രീമിയർ ലീഗും അതുപോലെ തന്നെ RFDL-ഉം ആ ഒരു സീസണും ആരംഭിക്കുമ്പോഴേക്കും അവരെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. ഓരോ ലോണും വളരെ കെയർഫുൾ ആയിക്കൊണ്ടാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഏത് ക്ലബിൻ്റെ പൊസിഷനിലാണ് ഈ താരങ്ങൾ ഫിറ്റ് ആവുക, ഏത് ക്ലബ്ബാണ് താരങ്ങൾക്ക് അവസരം നൽകുക എന്നുള്ളതൊക്കെ നല്ല രൂപത്തിൽ കൃത്യമായി കൊണ്ട് വിശകലനം ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവരെ ലോണിൽ പറഞ്ഞു വിട്ടിട്ടുള്ളത്. നമ്മുടെ അണ്ടർ 13, അണ്ടർ 15, അണ്ടർ 17 ടീമുകൾ ഇപ്പോഴും ആക്റ്റീവാണ്. അവരൊക്കെ ഇപ്പോഴും ട്രെയിനിങ് നടത്തുന്നുണ്ട്. ഇതാണ് അഭിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത്. അതായത് റിസർവ് ടീമിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പേടി വേണ്ട. ഈ താരങ്ങൾക്ക് കൂടുതൽ മത്സര പരിചയം ലഭിക്കാൻ വേണ്ടിയാണ് ഇവരെ സൂപ്പർ ലീഗ് കേരളയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ കൈവിട്ടിട്ടുള്ളത്. ഈ ഒരു സീസൺ അവസാനിക്കുമ്പോഴേക്കും അഥവാ SLK അവസാനിക്കുമ്പോഴേക്കും അവർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിൽ തിരിച്ചെത്തും. പിന്നീട് കേരള പ്രീമിയർ ലീഗിലും അതുപോലെ തന്നെ RFDL-ലും നമ്മൾ മാറ്റിവെക്കും എന്നൊക്കെയാണ് അഭിക് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.